നമസ്കാരം. ഇന്ന് മൂലം നക്ഷത്രത്തിൻ്റെ പൊതുസ്വഭാവങ്ങൾ, ഈ നക്ഷത്രത്തിൽ ജനിച്ചാലുള്ള പ്രത്യേകതകൾ, ഈ നക്ഷത്രത്തിന് അശുഭങ്ങളായ നക്ഷത്രങ്ങൾ, ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് പറയുന്നത്. അതിനു മുൻപ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മൂലം നക്ഷത്രക്കാർ ദൃഢമായ ശരീരപ്രകൃതിയും വിശാലമുഖവും ധൈര്യശാലികളും ഉന്നതമതികളും പ്രയത്നശീലരും ലോകകാര്യങ്ങളിലും മറ്റുള്ളവരിലും താൽപ്പര്യം പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും. സ്വപ്രയത്നത്തിൽ കൂടെ ഉയർന്നു വരുവാനും സ്വതന്ത്രമായി തീരുമാനമെടുക്കുവാനും ഇവർ ഉത്സുകരാണ്. ചിലപ്പോൾ ഇവർ അത്യാഗ്രഹികളെന്ന് മറ്റുള്ളവർക്ക് തോന്നിയേക്കാം. അതേസമയം ദയാലുക്കളും ആദർശധീരന്മാരും ധർമ്മബോധത്തോടെ പെരുമാറുന്നവരുമാണ്. ഇവർ സുഖഭോഗങ്ങളിൽ താൽപ്പര്യം കാണിക്കുന്നവരും സാഹസികളും ആരോഗ്യവാന്മാരുമാണ്. ഇവരെ കൊണ്ട് പിതാവിന് ക്ലേശങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക ക്ലേശങ്ങളും അനുഭവിക്കുന്നവരായി കാണുന്നു. ഇവർ സാമ്പത്തിക ഇടപെടലുകളിൽ കൃത്യനിഷ്ഠ വയ്ക്കേണ്ടതാണ്. മൂലം നക്ഷത്ര സ്ത്രീകൾക്ക് ദാമ്പത്യ ക്ലേശങ്ങൾ വരുന്നു. ഇനി വിശദമായി നോക്കാം. മൂലം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വളരെ ശാന്തശീലന്മാരും ആരോടും സൗമ്യമായി പെരുമാറുന്നവരുമായിരിക്കും. ഇവർക്ക് സുഖജീവിതാനുഷ്ഠ കൂടുതലായിരിക്കും. ഈ നാളുകാരിൽ ഏറെക്കൂറും ശാശ്വതമായ ആരോഗ്യം കൊണ്ട് അനുഗ്രഹീതന്മാരായിരിക്കും. അപൂർവം ചിലർ അങ്ങനെയല്ലാതെയുമുണ്ട്. ഇവരുടെ ജാതകത്തിൽ ആദിത്യൻ, ചന്ദ്രൻ, ശുക്രൻ ഈ ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി ഉണ്ടായിരുന്നാൽ ക്ഷയം, കാസം മുതലായ രോഗങ്ങൾക്ക് വിധേയരാകും. ചൊവ്വ, ശനി, രാഹു ഇവർ അനിഷ്ടസ്ഥരായിരുന്നാൽ വാതരക്തം, അർശസ്, ഉദരരോഗം ഇവയിലേതെങ്കിലുമുള്ളവരായി കാണപ്പെടും. എന്നാൽ ആരോഗ്യം കൊണ്ടും ഉത്കൃഷ്ടതയും കുലീനതയും അവകാശപ്പെടുന്ന മുഖഭാവം കൊണ്ടും ഇവർ പൊതുവെ ആകർഷണീയന്മാരായിരിക്കും. ആരോഗ്യത്തെപ്പറ്റിയുള്ള ശ്രദ്ധയോ ഭക്ഷണ ദിനചര്യ മുതലായവയിൽ നിഷ്കർഷയോ പാലിക്കാത്ത ഇവർ 27, 31, 44, 48, 56, 60 ഈ വയസ്സുകൾക്കിടയിലെല്ലാം അവയെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതായി വരും. വിശേഷിച്ച് ആരോഗ്യപരമായി തന്നെ. എന്തെല്ലാമോ എങ്ങനെയെല്ലാമോ വന്നാലും തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതിനുമീതെ തോണി എന്ന പഴഞ്ചൊല്ല് പോലെ സുഖമായി അനുഭവിക്കണമെന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായ അഭിലാഷം. അതുകൊണ്ട് ഇവരിൽ ഭൂരിഭാഗം ആളുകളും വരവ് നോക്കാതെ ചിലവഴിക്കുന്നവരും പലപ്പോഴും സാമ്പത്തികമായി ബന്ധപ്പെടുന്നവരുമായിരിക്കും. ഇടപാടുകളിൽ ഇവർ അത്ര കണിശക്കാരല്ല. എന്നാൽ മനഃപൂർവ്വമായി കണിശക്കേടു കാണിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നവരുമല്ല. ആത്മാർത്ഥതയും മനസാക്ഷിയും ധർമ്മബോധവും ഇവരിൽ എപ്പോഴും മുന്തി നിൽക്കുന്നു. പക്ഷേ ക്ഷോഭിക്കേണ്ട സന്ദർഭമുണ്ടായാൽ സാഹസികമായും നിർദാക്ഷിണ്യമായും ഇവർ പെരുമാറുകയും പറയുകയും ചെയ്യും. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇവർ വളരെ നയശാലികളായിരിക്കുമെങ്കിലും സ്വന്തം കാര്യത്തിൽ സന്ദർഭങ്ങളാൽ നയിക്കപ്പെടുന്ന നയശൂന്യരായിട്ടാണ് കണ്ടുവരുന്നത്. സ്വന്തം കാര്യത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ സ്വാഭാവികമായും ഇവർ അത്ര തന്നെ ശ്രദ്ധയുള്ളവരായിരിക്കുകയില്ല. എല്ലാം നടന്നുകൊള്ളുമെന്നോ ദൈവം നടത്തിക്കൊള്ളുമെന്നോ ഉള്ള വിശ്വാസത്തിലാണ് ഇവരിൽ അധികം ആളുകളും. പലതിലും സമർത്ഥന്മാരും പല മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമാണെങ്കിലും അതിന് അനുസരണമായ സാമ്പത്തിക പുരോഗതി ഇവർക്കുണ്ടായി കാണുന്നില്ല. സ്വന്തം കാര്യത്തിൽ സ്വതസിദ്ധമായ അശ്രദ്ധയും സുഖലോലുപത്വവും തൻ്റെ യഥാർത്ഥ നിലവിൽ കവിഞ്ഞ കൂട്ടുകെട്ടുകളാൽ വരുന്ന ന്യായീകരമായ സാഹചര്യങ്ങളും എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണമെന്നുള്ള ദുരാഗ്രഹമില്ലായ്മയും മറ്റുമാണ് ഇതിനു കാരണമായിട്ടുള്ളത്. ജനസേവനപരമായുള്ള പൊതുകാര്യങ്ങളിൽ ഏർപ്പെടുന്ന മൂലം നാളുകാർക്ക് ലോകത്തിൽ സമുന്നതമായ സ്ഥാനം സംവരണം ചെയ്യാൻ സാധിക്കും. സാമാന്യത്തിൽ കവിഞ്ഞുള്ള അറിവും ബുദ്ധിസാമർഥ്യവും നൈസർഗികമായി ഇവരിൽ കാണുന്നതുകൊണ്ട് ഉയർന്ന നിലയിലുള്ള ആളുകളുടെ സമ്പർക്കവും വിശ്വാസവും സ്വാർത്ഥമേ പുരുഷാർത്ഥം എന്നൊന്നില്ലായ്മയുമാണ് ഇവർക്ക് ഇത്തരം കാര്യങ്ങളിൽ അനായാസേന വിജയിക്കുവാൻ സാധിക്കുന്നത്. ഭൂതദയം, പരോപകാരനിഷ്ഠയും ഇവരിൽ അനാദൃശ്യമായി കാണുവാൻ കഴിയും. എന്തെങ്കിലും ഒന്നിൽ വിശ്വാസമോ ബഹുമാനമോ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് ഇവരുടെ സാധാരണ സ്വഭാവമാണ്. പൊതുവെ ഇവർ ഈശ്വരഭക്തി ഉള്ളവരും സത്യധർമാദികളെ കഴിവതും കൈവിടാതെ ജീവിക്കുന്നവരും മനുഷ്യസ്നേഹികളുമായിരിക്കും. സഞ്ചാരത്തിലും പ്രകൃതിയുടെ രമണീയ വശങ്ങളെ കണ്ട് ആസ്വദിക്കുന്നതിലും സുഗന്ധവസ്തുക്കളിലും ഇവർക്ക് താൽപ്പര്യമുണ്ടാകും. ലഹരി പദാർത്ഥങ്ങളിൽ ഇവർക്ക് അഭിരുചിയുണ്ടായിപ്പോയാൽ അത് നിയന്ത്രണാതീതമായി മാറും. അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും ഇവർ നിശേഷം ഒഴിഞ്ഞിരിക്കേണ്ടതാകുന്നു. പിതാവിനെ കൊണ്ടോ പിതൃസ്വത്തുക്കളെ കൊണ്ടോ കാര്യമായ പ്രയോജനങ്ങളൊന്നും മൂലം നാളുകാരിൽ അധികം പേർക്കും ഉണ്ടാകുന്നതല്ല. മിക്കവാറും ഇവർ ജനിച്ച ദേശമോ ഗ്രഹമോ വിട്ടകന്നു താമസിക്കുന്നവരും വിദേശവാസത്താൽ ഭാഗ്യമർജിക്കുന്നവരുമായിരിക്കും.
സഹോദര ഗുണം പ്രായേണ ഇവർക്ക് കുറവായിരിക്കും. ദാമ്പത്യ ജീവിതം പൊതുവെ സംതൃപ്തകരവും സൗഭാഗ്യകരവുമായിരിക്കും. ഗൃഹഭരണത്തിൽ സമർത്ഥകളും ഭർത്തൃസ്നേഹികളുമായ സ്ത്രീകളായിരിക്കും ഇവർക്ക് ഭാര്യമാരായി തീരുന്നത്. എല്ലാ പ്രവർത്തന രംഗങ്ങളിലും മൂലം നാളുകാർ ശോഭിക്കുന്നവരായിരിക്കും. എങ്കിലും വിശേഷവിധിയായി കലാപ്രവർത്തനം, എഴുത്തു, പണി, മധ്യസ്ഥത, ജനസേവനപരമായ പൊതുപ്രവർത്തനങ്ങൾ എന്നിവയിലും ഇവർക്ക് പ്രത്യേകം ശോഭിക്കുവാൻ കഴിയും. ഈ നാളുകളിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് ഭൂരിപക്ഷത്തിനും സൗഭാഗ്യസമ്പൂർണമായ ജീവിതമായിരിക്കുകയില്ല അനുഭവം. ഭർതൃപരിത്യാഗം കൊണ്ടോ ഭർതൃമരണം കൊണ്ടു തന്നെയോ ഇവർ ദുഃഖിതകളോ നിസ്സഹായകളോ ആയിട്ടേ അധികവും കാണപ്പെടുന്നുള്ളൂ. ഏതെങ്കിലും വിധത്തിൽ ഇവരുടെ ദാമ്പത്യ ജീവിതം കൈപ്പേറിയ അനുഭവത്തോടു കൂടിയേ ഇരിക്കുകയുള്ളൂ. മൂലം നാളുകാരികളായ സ്ത്രീകൾ വെറും ശുദ്ധഹൃദയകളായിരിക്കും. നിർബന്ധശീലം ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. കേവലം നിസ്സാരങ്ങളായ കാര്യങ്ങളിൽ പോലും ശുദ്ധിയും പിടിവാശിയുമുള്ളവരായിരിക്കും. പെട്ടെന്ന് ക്ഷോഭിക്കുവാനും ഇവർക്ക് ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ മതിയാകും. നയമായി പെരുമാറാനുള്ള കഴിവില്ലായ്മ ഇവർക്ക് പല കുഴപ്പങ്ങളും ഉണ്ടാക്കി തീർക്കും. വിവാഹത്തിന് പ്രതിബന്ധമോ കാലതാമസമോ അധികം പേർക്കും ഉണ്ടാകുന്നതാണ്. ചൊവ്വാജാതകത്തിൽ അനിഷ്ടഭാവങ്ങളിൽ നിൽക്കുന്ന മൂലം നാളുകാരികൾക്ക് ഭർത്താവിനെ കൊണ്ടോ സന്താനങ്ങളെ കൊണ്ടോ ക്ലേശത്തിനിടയാകുമെന്നതാണ്. കിണർ മുതലായ ജലാശയ നിർമ്മാണത്തിനും കൃഷി ആരംഭിക്കുന്നതിനും ഈ നാൾ നല്ലതാണ്. ദശാനാഥൻ കേതുവാണ്. കേതുർദശ സാമാന്യേന 2 വയസ്സ് വരെ എന്ന് കണക്കാക്കാം. തുടർന്ന് ക്രമേണ ശുക്രന് 20, ആദിത്യന് 6, ചന്ദ്രന് 10, ചൊവ്വയ്ക്ക് 7, രാഹു 18, വ്യാഴം 16 എന്നീ ക്രമത്തിൽ 80 വയസ്സ് വരെയുള്ള ദശാകാലങ്ങൾ പരിഗണിക്കപ്പെടുന്നു. ഇനി മൂലം നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നിവ ശുഭകാര്യങ്ങൾക്ക് വർജിക്കണം. ഉത്രാടം, അവിട്ടം, പൂരുരുട്ടാതി എന്നിവ 3, 5, 7 നാളുകളായതിനാൽ ഇവ അശുഭ നക്ഷത്രങ്ങളാണ്. അശ്വതി, മകം, മൂലം ഇവ അനുജന്മ നക്ഷത്രങ്ങളായകയാൽ ശുഭകർമ്മങ്ങൾക്ക് നല്ലതാണ്. ഇനി മൂലം നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സൂര്യൻ, ചൊവ്വ, വ്യാഴം എന്നീ ദശാകാലങ്ങൾ ഇവർ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. മൂലം, അശ്വതി, മകം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനവും മറ്റു പുണ്യകർമ്മങ്ങളും നടത്തണം. ഇവർ പതിവായി ഗണപതിയെ ഭജിക്കുന്നതും മൂലം നക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുന്നതും ഉത്തമമാണ്. കേതുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും പതിവായി അനുഷ്ഠിക്കണം. രാശ്യാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. മൂലം നക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. പതിവായി വിഷ്ണു സഹസ്രനാമ ജപവും അഭികാമ്യം. ചുവപ്പ്, മഞ്ഞ എന്നീ നിറങ്ങൾ അനുകൂലമാണ്. മൂലത്തിൻ്റെ നക്ഷത്ര ദേവത നിരുതിയാണ്. ഓം നിരുതയേ നമ എന്ന മന്ത്രം നിത്യജപത്തിന് ഉത്തമമാണ്. മൂലം നക്ഷത്രത്തിൻ്റെ നക്ഷത്രമൃഗം ശ്വാവ്, വൃക്ഷം പൈന, ഗണം അസുരം, യോനി പുരുഷൻ, പക്ഷി കോഴി, ഭൂതം വായു. ഇപ്രകാരമാണ് മൂലം നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലങ്ങൾ.